ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോട്ട് ആൻഡ് സോർ കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് സോസ് പാസ്തയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ക്യാരറ്റ്, ക്യാപ്സിക്കം, സവോള, ഗാർലിക് 2-3 പീസസ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ മക്രോണി വേണം. മക്രോണി ഒരു പാക്കറ്റ് നമ്മൾ വേവിച്ച് വെച്ചതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള 2 ടൊമാറ്റോ പേസ്റ്റ് ആക്കിയത്. പിന്നെ സോസുകൾ: ഒറിഗാനോ വേണം, ടൊമാറ്റോ സോസ്, ഹോട്ട് സോസ്, ചില്ലി സോസ്, സോയാ സോസ്, ചില്ലി ഫ്ലേക്സ്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് മുളക് പൊടി, ഉപ്പ്, സൺഫ്ലവർ ഓയിൽ, ബട്ടർ. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് എടുക്കാം. നമ്മളൊരു പാൻ വെച്ച് ബട്ടറും സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഗാർലിക്ക് 2-3 പീസസ് ചെറുതായിട്ട് അരിഞ്ഞത് മൂപ്പിക്കണം. ചെറിയ തീയിലിടണം. അതിനകത്തോട്ട് നമ്മുടെ സവോള ഒരു ചെറിയ 1/2 പീസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ആഡ് ചെയ്യണം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഒത്തിരി മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. അതിനകത്തോട്ട് പിന്നെ നമ്മുടെ ക്യാരറ്റ് ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കവും അരമുറി മതി, അരമുറി ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ അതിനകത്ത് കുറച്ച് കോൺ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് കോൺ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അതിനകത്തോട്ട് നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൊമാറ്റോ ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ പുറത്തെ സ്കിൻ പീൽ ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. അതൊന്നും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്ക് അതിനകത്തോട്ട് നല്ലതായിട്ട് വെള്ളം പറ്റിക്കഴിഞ്ഞു ടൊമാറ്റോയ്ക്കകത്ത് വരുന്ന വെള്ളമൊക്കെ നല്ലതായിട്ട് പറ്റി ഇളക്കി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് പൊടികളിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ചില്ലി ഫ്ലേക്സ് ഒരു 1/4 ടീസ്പൂൺ, എല്ലാം കൂടി ഇട്ട് ഇളക്കി നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഒറിഗാനോ ഒരു 1/2 ടീസ്പൂൺ അതും ഇട്ട് കൊടുക്കണം. ഒറിഗാനോ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ പൊടികളെല്ലാം ഇട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്കിനി സോസ് ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ആഡ് ചെയ്യണം. അത് കഴിയുമ്പം 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ഹോട്ട് സോസ്. ഇത്രയും ആഡ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മക്രോണി ആഡ് ചെയ്യാം. ഹോട്ട് സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ടൊമാറ്റോ സോസും ചില്ലി സോസും സോയാ സോസും ഉണ്ടെങ്കിലും ആഡ് ചെയ്താലും മതി. ഈ സോസുകളെല്ലാം ഇട്ട് നല്ലതായിട്ട് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മക്രോണി ആഡ് ചെയ്യാം. മക്രോണി ഇട്ട് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം. മക്രോണി ഇട്ടിട്ട് എല്ലാം കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അതെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ മൊസറല്ല ചീസ്, കടയിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. മൊസറല്ല ചീസ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇട്ട് നല്ലതായിട്ട് ഒരു 1/2 കപ്പ് മൊസറല്ല ചീസ് നല്ലതായിട്ട് മുകളിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ചെറിയ തീയിലിട്ടൊന്ന് വാമാക്കണം. അപ്പോൾ ഈ മൊസറല്ല ചീസ് എല്ലാം അതിനകത്ത് മെൽറ്റായിട്ട് നല്ല പാസ്തയിലൊക്കെ പിടിച്ചിരിക്കും. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടയ്ക്ക് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷസൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവർക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനെ പാസ്ത, നൂഡിൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി. ചീസൊക്കെ ഇട്ടിട്ട് നമുക്കൊരു പാത്രം വെച്ച് അടച്ച് വെക്കാം. അതിന് മുകളിലായിട്ട് ചുറ്റിനും ഇടണം മസാല ചീസ്. ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഒരു അടുപ്പ് വെച്ച് അടച്ച് വെക്കാം. അടച്ച് ചെറിയ തീ വെക്കണം, കരിഞ്ഞു പോകരുത്. ചെറിയ തീ വെക്കുമ്പോഴത്തേന് ആ ചീസൊക്കെ അങ്ങ് ഉരുകി മെൽറ്റായിട്ട് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് വെക്കാം. അങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ആ ചീസൊക്കെ മെൽറ്റായി ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം. നമുക്കൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.